ആദ്യം നമുക്കൊരു മുദ്രാവാക്യം കേട്ടിട്ട് വരാം. വീഡിയോ കാണും. ഉയരുന്നു ജീവനക്കാരുടെ ഐക്യനിര, അധ്യാപകരുടെ ഐക്യനിര, അധ്യാപകരുടെ ജീവനക്കാരുടെ ഐക്യപ്രക്ഷോഭ സിന്ദാബാദ്. നരേന്ദ്രമോദി ഭരണത്തെ, ബിജെപിയുടെ ഭരണത്തെ, കേന്ദ്ര സർക്കാർ ഭരണത്തെ വിലക്കയറ്റം പെരുകുമ്പോൾ, ജീവിത ചിലവുകൾ ഉയരുമ്പോൾ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകാനായി നടപടി വേണം സർക്കാരെ, നടപടി വേണം സർക്കാരെ. ബിജെപിയുടെ വാക്കും കേട്ട് ഉമ്മൻചാണ്ടി ഭരണത്തെ നടപ്പിലാക്കിയ പെൻഷൻ പദ്ധതി, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കൂ സർക്കാരെ. കേട്ടിട്ട് എന്ത് തോന്നി? കേന്ദ്ര സർക്കാരിനെതിരെ സഖാക്കളുടെ പ്രതിഷേധ ധർണ എന്നല്ലേ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിന്റെ ഭാഗമായ ക്ഷാമബത്ത അനുവദിക്കാത്തതിനും ശമ്പള പരിഷ്കരണം നടത്താത്തതിനുമെതിരെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന രാപ്പകൽ സമരത്തിലെ മുദ്രാവാക്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആരാണ് സംസ്ഥാന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്? സംസ്ഥാന സർക്കാർ. ആരാണ് അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കേണ്ടത്? സംസ്ഥാന സർക്കാർ. ആരാണ് ഇപ്പോൾ കൂട്ടി നൽകാത്തത്? അതും സംസ്ഥാന സർക്കാർ. അപ്പോൾ ആർക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാരിനെതിരെ. അപ്പോൾ ആ സമരത്തിൽ ആർക്കെതിരെയാ മുദ്രാവാക്യം വിളിക്കേണ്ടത്? അത് മോദിക്കെതിരെ, കൂടെ 10 കൊല്ലം മുമ്പ് ഭരണമൊഴിഞ്ഞ ഉമ്മൻചാണ്ടിക്കുമെതിരെ. എങ്ങനെ ഇരിക്കണം? ഇതാണ് ഇപ്പോൾ സഖാക്കളുടെ സമരത്തിന്റെ ഒരു രീതി. ഇങ്ങനെ ആളുകളെ പൊട്ടന്മാരാക്കുന്ന രീതി ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇടതു സംഘടനകൾ പൊതുവെ ഏത് ജനകീയ പ്രശ്നങ്ങളിലും ഭരണകക്ഷിയുടെ കൊടിയോ നിറമോ നോക്കാതെ സമരം ചെയ്യുന്നവരാണെന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്നിട്ട് SFIയോ DYFIയോ ഏതെങ്കിലും സമരവുമായി അടുത്ത കാലത്ത് തെരുവിൽ ഇറങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വിദ്യാഭ്യാസ മേഖലയിൽ ഇത്ര കുത്തഴിഞ്ഞ ഒരു കാലം ഇതിനു മുമ്പ് എങ്ങും ഉണ്ടായിട്ടില്ല. സർവകലാശാലകളിൽ VC-മാർ ഇല്ലാതെ എത്ര നാൾ കിടന്നു? PM ശ്രീ പോലെ കേരള താല്പര്യത്തിന് വിരുദ്ധമായ കേന്ദ്ര പദ്ധതികൾ അടിച്ചേൽപ്പിക്കുന്നു. SFI എവിടെയാ? ഇനി സമരം ചെയ്യുന്ന സർക്കാർ ജീവനക്കാരുടെ മുദ്രാവാക്യമാണ് ആദ്യം കേട്ടത്. പച്ചയ്ക്ക് പറഞ്ഞാൽ അണികളെ മൊത്തത്തിൽ ഷണ്ടന്മാരാക്കി മാറ്റി എന്നതാണ് പിണറായി വിജയന്റെ കാലത്തെ CPM ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തു ചെയ്താലും യാതൊരു ചോദ്യവും ചെയ്യാതെ ന്യായീകരിച്ചോ. ഇതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസം. തെറ്റെവിടെ കണ്ടാലും അവിടെ നിങ്ങളുടെ മുഷ്ടി ഉയരണം, മുദ്രാവാക്യം മുഴങ്ങണം എന്ന തത്വചിന്തയൊക്കെ സഖാക്കൾ വിട്ടിട്ട് കാലമേറെയായി. കിട്ടുന്ന അപ്പകഷ്ണങ്ങൾക്ക് പിന്നാലെ പോയി തരുന്നവർക്ക് വേണ്ടി കുരയ്ക്കുന്ന നായ്ക്കളെ പോലെ ആയിരിക്കുന്ന CPM പ്രവർത്തകരിലേറെയും അല്ലാത്തവർ തങ്ങളുടെ പ്രതിഷേധം ചെറുതായി പോലും പ്രകടിപ്പിക്കാൻ ധൈര്യമില്ലാതെ മൗനമായി എല്ലാം കണ്ടങ്ങനെ തുടരുന്നു. നമുക്ക് ജീവനക്കാരുടെ സമരത്തിലേക്ക് തന്നെ വരാം. 2016 ഇടതു സർക്കാർ വന്ന ശേഷം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പലതും വെട്ടിക്കുറച്ചു എന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ജീവനക്കാർക്ക് ലഭിച്ചിരുന്ന ഹൗസിംഗ് ലോൺ ഇപ്പോൾ സർക്കാർ നൽകുന്നില്ല. ജീവനക്കാരുടെ മെഡിക്കൽ സഹായം പൂർണ്ണമായും ഒഴിവാക്കി ജീവനക്കാരിൽ നിന്ന് തന്നെ പ്രതിമാസം ഒരു തുക പിടിച്ച് സ്വകാര്യ ഇൻഷുറൻസ് ഏജൻസിയെ ഏൽപ്പിച്ചു. അതോടെ പലർക്കും അതിന്റെ സഹായങ്ങൾ കിട്ടാതായി. പരാതി പറയാൻ പോലും ഒരു സംവിധാനമില്ലാതായി. ഈ പദ്ധതി വളരെ പരാജയമാണ് എന്ന ആരോപണം നിലനിൽക്കെ ഇപ്പോൾ സർക്കാർ അതിന്റെ പ്രതിമാസ പരിസംഖ്യ കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഫലത്തിൽ ജീവനക്കാരുടെ ആരോഗ്യ സംരക്ഷണ പദ്ധതിയിൽ നിന്നും സർക്കാർ പൂർണ്ണമായും പിന്മാറിയിരിക്കുന്നു. 2016 സർക്കാർ വരുമ്പോൾ പറഞ്ഞിരുന്ന കാര്യമാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന്. എന്നാൽ 10ാം വർഷത്തിലും ആ വിഷയത്തിൽ യാതൊരു നീക്കവും നടത്തിയിട്ടില്ല. കാലാകാലങ്ങളിൽ വില സൂചികയ്ക്ക് അനുസരിച്ച് വർദ്ധിക്കേണ്ട ക്ഷാമബത്ത 5ഓ 6ഓ ഗഡുക്കൾ ഇപ്പോൾ കുടിശ്ശികയാണ്. കൂടാതെ പുതിയ ശമ്പള പരിഷ്കരണം 2024 വരേണ്ടതുമായിരുന്നു. എന്നാൽ ഇതുവരെ അതിന്റെ യാതൊരു നടപടിയും തുടങ്ങിയിട്ട് പോലുമില്ല. അതുകൂടാതെ 2019 നടത്തിയ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഇതുവരെ കൊടുത്തു തീർത്തിട്ടുമില്ല. ഇതിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ കോടതിയിൽ പോയപ്പോൾ അവിടെ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലമാണ് ബഹുരസം. ക്ഷാമബത്തയൊന്നും ജീവനക്കാരുടെ അവകാശമല്ല. സർക്കാരിന് കാശുണ്ടാകുമ്പോൾ കൊടുക്കും. ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്ങനുണ്ട്? അതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. കോടതിയിൽ ഈ സത്യവാങ്മൂലം കൊടുത്തിട്ട് പുറത്ത് പത്രസമ്മേളനം നടത്തി ധനകാര്യമന്ത്രി പറയുകയാണ് ക്ഷാമബത്തയും എല്ലാം അവകാശമാണ്, കൃത്യസമയത്ത് തന്നെ നൽകും, ഒന്നും നൽകാതിരിക്കില്ല എന്നൊക്കെ. ഇതാണ് കോടതിയിൽ പറഞ്ഞതിനെ കുറിച്ച് ഏതോ വർഗശത്രുവായ പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ കോടതിയിൽ പറയുന്നത് നോക്കണ്ട, ഇവിടെ താൻ പറയുന്നതാണ് ശരിയായ കാര്യം. പിന്നെ കോടതി അല്ലല്ലോ ശമ്പളം കൊടുക്കുന്നത്, സർക്കാരല്ലേ. ആ സർക്കാരിന്റെ ധനകാര്യമന്ത്രിയായ ഞാൻ പറയുന്നു എല്ലാം നൽകുമെന്ന്. ഒരു മന്ത്രി പത്രക്കാരോട് പറയുകയാണ് കോടതിയിൽ പറഞ്ഞതല്ല ശരി, ഇപ്പോൾ പറയുന്നതാണ്. എന്താണ് കാര്യം? കോടതിയിൽ ക്ഷാമബത്ത കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കണം.
അല്ലാതെ കോടതിയിൽ നുണ പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ സത്യം പറഞ്ഞു. ഇനി ഇവിടെ പത്രക്കാരോട് കൊടുക്കുമെന്ന് പറഞ്ഞാലും കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്ന് അവർക്കറിയാം. കിടന്ന് ഉരുളുകയും ന്യായീകരിക്കുകയും ചെയ്യാമല്ലോ. ഇത്ര നാളും കൊടുക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണല്ലോ. അപ്പോ സഖാക്കളെ, പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നേതാക്കൾ നിങ്ങളെ ഇമാതിരി കോമാളികളാക്കി മാറ്റുന്നത് തലയിൽ അല്പമെങ്കിലും ബോധം ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചറിയുക. എന്തിനാണ് സമരം ചെയ്യുന്നതെന്നും ആരോടാണ് സമരം ചെയ്യുന്നതെന്നെങ്കിലും മിനിമം മനസ്സിലാക്കി മുദ്രാവാക്യം വിളിക്കുക. അല്ലെങ്കിൽ കനൽ ഉള്ളതരി അധികം താമസിയാതെ കെട്ടോളും. എന്തായാലും നമുക്ക് ആ പഴയ ആദ്യം കണ്ട വീഡിയോ ഇല്ലേ, ആ മുദ്രാവാക്യം വിളി നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ല, ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കൂ. ഉയരുന്നു ജീവനക്കാരുടെ ഐക്യനിര, അധ്യാപകരുടെ ഐക്യനിര, അധ്യാപകരുടെ ജീവനക്കാരുടെ ഐക്യപ്രക്ഷോഭ സിന്ദാബാദ്. നരേന്ദ്രമോദി ഭരണത്തെ, ബിജെപിയുടെ ഭരണത്തെ, കേന്ദ്ര സർക്കാർ ഭരണത്തെ വിലക്കയറ്റം പെരുകുമ്പോൾ, ജീവിത ചിലവുകൾ ഉയരുമ്പോൾ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകാനായി നടപടി വേണം സർക്കാരെ, നടപടി വേണം സർക്കാരെ. ബിജെപിയുടെ വാക്കും കേട്ട് ഉമ്മൻചാണ്ടി ഭരണത്തെ നടപ്പിലാക്കിയ പെൻഷൻ പദ്ധതി, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കൂ സർക്കാരെ.